ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു തെങ്ങ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ തെങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ലാത്ത നമ്മളെ തേങ്ങയില്ലാത്ത കോലയൊക്കെ കട്ട് ചെയ്ത്, അതുപോലെ ഇവിടുത്തെ ഈ കൊലച്ചിലും ഈ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും കട്ട് ചെയ്ത് ഇതിനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 തൊട്ട് 5 വർഷം വരെ പ്രായമുള്ളൊരു തെങ്ങാണ്. ഇത് 3 വർഷം തൊട്ടേ കായ്ക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല വളവും അതുപോലെ തന്നെ നല്ല വെയിലും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റിലും മറ്റ് മരങ്ങളൊന്നുമില്ല. അങ്ങനെ സ്വൈര്യമായിട്ട് ഒരു വൃക്ഷത്തിന് വളരാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് കായ്ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് അടുപ്പിച്ച് നമ്മൾ ഇതിന് അകലം പാലിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞാലും അത് കായ്ക്കില്ല. കാരണം അതിന് കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും കിട്ടിയാൽ മാത്രമേ അത് ഇതുപോലെ കായ്ക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ഈ സമയത്ത് വൃത്തിയാക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ ഇനി നമുക്ക് വരാൻ പോകുന്നത് നല്ല ചൂടാണ്. അപ്പോൾ ചൂടത്ത് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ചൂട് വരികയും തെങ്ങ് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഇത് വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മഴ നിന്ന് വരുന്ന സമയത്ത്, അതായത് ഓഗസ്റ്റ് മാസത്തൊക്കെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ടത് എല്ലാ വർഷവും തെങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല കായ്ഫലം തെങ്ങിനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മുടെ ഗ്രീൻ ഗ്രാസിൻ്റെ വളം കൊടുത്തിട്ട് ഇതിൻ്റെ പരമാവധി എത്ര കായ്പ്പിക്കാൻ പറ്റും നോക്കാം. ഇതിനി നമുക്ക് അധികം ഹൈറ്റിൽ ഇവിടെ പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഹൈ പവർ ലൈൻ കമ്പി മുകളിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് അധികം പോകാൻ പറ്റാത്ത രീതി, അതായത് ഈ ഒരു അവസ്ഥ തന്നെ നല്ലോണം കായ്ഫലം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇതിനെ ക്ലീൻ ചെയ്ത് ഇനി ഇതിന് വളം കൊടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് പരാതി പറയുന്നത് വെച്ചാൽ വിത്തുകൾ മുളക്കുന്നില്ല എന്നൊക്കെ. വിത്തുകൾ നടുന്നതിൻ്റെ 2-3 പ്രശ്നങ്ങൾ, അതായത് വിത്ത് ഒരിക്കലും ഒരു നഖത്തിനേക്കാളും ആഴത്തിലേക്ക് നമ്മൾ വിത്ത് നടാൻ പാടില്ല. കാരണം അതിന് മുളച്ച് പൊങ്ങി വരാനുള്ള ശേഷി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ പരമാവധി ചീരയൊക്കെ ആണെങ്കിൽ ഏറ്റവും മുകളിൽ, അതിന് ഒരു മണ്ണ് പോലും വേണ്ട, ഏറ്റവും മുകളിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പയറൊക്കെ ആണെങ്കിൽ ഒരു നഖത്തിൻ്റെ ആഴത്തിൽ വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ മണ്ണിൻ്റെയും ചിലപ്പോൾ വളത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ വിത്ത് നടുമ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ ഫാമിൽ ഒരുപാട് തൈകളൊക്കെ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ട് അതൊക്കെ കാണാം, അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ നമ്മളെ ഫാം ഇരിക്കുന്നത് താഴേച്ചുവ കീഴ്ത്തള്ളി പോലീസ് നഗറിനടുത്ത് ഗാന്ധി കവലയിലാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 24/7 ആളുണ്ടാവും. നമുക്ക് തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ തൈകളുടെ വിശേഷം കാണാം. ഇതാണ് നമ്മളെ ഗാർഡനിൽ പുതിയതായിട്ട് വന്ന തൈകൾ. അപ്പോൾ ഇത് വെണ്ട, അതുപോലെ തന്നെ പയറ്, അതുപോലെ തന്നെ 2 വെറൈറ്റി വഴുതിന, നീലയും പച്ചയും, അതുപോലെ തന്നെ മുളക്, തക്കാളി, കോളിഫ്ലവർ എന്നിങ്ങനെ പുതിയ തൈകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതാണ്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ വീടുകളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ അടുത്തുള്ളവർക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ റെഡിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ യെല്ലോ വാഴ തൈകളുണ്ട്. ഇവിടെ റെഡ് ലേഡി പപ്പായ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പല കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളുടെ ഹൈറ്റ് എത്രയാണ്? അപ്പോൾ ഇതൊക്കെ എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മാംഗോ എന്ന് വെച്ചാൽ കാട്ടിമൂൺ മാംഗോ ആണ്. അതുപോലെ തന്നെ R2E2, അതുപോലെ പല മാംഗോ ട്രീകളും ഇതുപോലെ വലിപ്പമുണ്ട്. അതുപോലെ സപ്പോർട്ടൊക്കെ എന്നെക്കാളും വലിപ്പമുണ്ട്. നമുക്ക് ഇതിൻ്റെ കവറും ഏകദേശം 10x12, അതുപോലെ തന്നെ 10x10 അങ്ങനെയാണ് കവറുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ ട്രീകളും ഏകദേശം ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ഷോൾഡറിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇത് 2 വെറൈറ്റിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒന്നാണെങ്കിൽ 300 രൂപ കൊടുക്കുന്നുണ്ട്, ചെറുതൊക്കെ 300 രൂപ അതിൽ താഴെ. മറ്റേതാണെങ്കിൽ വലുതാണെങ്കിൽ 600 രൂപ അതിൽ താഴെ. അപ്പോൾ വലുതും ചെറുതും അങ്ങനെ 2 റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2-3 വർഷം വളർത്തിയെടുത്തിട്ടാണ് ഈ ഒരു വലിപ്പത്തിലാക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇത് എല്ലാം മദർ പ്ലാന്റുകളിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് ഇത് ചെയ്തെടുക്കുന്നതാണ്, ബഡ് ചെയ്തെടുക്കുന്നതാണ്. കസ്റ്റമറിന് നല്ല പ്ലാന്റുകൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് കായ്ഫലവും ഗുണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്ലാന്റുകളൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ ഒരുപാട് പ്ലാവുകൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം. അതുപോലെ ഡങ് സൂര്യ,
റെഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കവർ എന്ന് വെച്ചാൽ 10-12 ആണ്. അതുപോലെ 10-15, അതുപോലെ 12-12, അങ്ങനെയുള്ള വലിയ കവറുകളിലാണ് ഇതുപോലത്തെ വലിയ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ പ്ലാവിൻ്റെ തൈകൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൈകൾ 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ചെറുതാണ്, ചെറിയ വിയറ്റ്നാം കളിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ കവറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇതിന് തൈകൾ നമ്മൾ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൊറിയറിലൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലെയുള്ള ട്രീകളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൻ്റെ പല ജില്ലകളിലേക്ക് നമ്മൾ കൊറിയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൈവശമുള്ള ഇപ്പോഴുള്ള പ്ലാന്റുകൾ. അപ്പോൾ മാവ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് മാവ്. അതുപോലെ ഏറ്റവും മാവുകളിൽ നല്ലൊരു മാവാണ് കുളമ്പ് മാവ്, അതുപോലെ കാട്ടിമൂൺ, തായ്ലൻഡ് കാട്ടിമൂൺ, R2E2, അങ്ങനെ പല വെറൈറ്റി മാവുകൾ നമ്മൾ മാവിന് നല്ല സൂര്യപ്രകാശം നല്ല ചൂടുണ്ടെങ്കിൽ മാവ് നല്ല ഉഷാറായിട്ട്, പാറപ്പുറത്താണ് മാവ് നല്ലോണം വളരുക, നല്ല മാങ്ങയും ലഭിക്കുക, വെള്ളം കുറച്ച് മതി മാവിന്. അപ്പോൾ R2 എല്ലാം ഒരാൾ പൊക്കത്തിൽ ഹൈറ്റുള്ള മാവിൻ തൈകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.